ശിവനേരിയിലെ സിംഹഗർജനം. അടിമത്തത്തിൽ ആണ്ടുകിടന്ന ഒരു സമൂഹത്തെ ഉത്തേജിതരാക്കിയ ഛത്രപതി ശിവാജിയുടെ സാമ്രാജ്യം ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന് ഒരു പുതിയ ദിശാബോധം ഉണ്ടാക്കിയെടുത്തു. ഹിന്ദുക്കൾ പ്രത്യേകം കരം കൊടുക്കേണ്ട കാലം, മുസ്ലിം ഭരണത്തിന് കീഴിൽ വിഗ്രഹാരാധന ക്ലേശകരമായ കാലം, പുണ്യഗംഗയിൽ സ്നാനം ചെയ്യണമെങ്കിൽ ജസിയ കൊടുക്കണമായിരുന്ന ദുരവസ്ഥ, അടിമത്തത്തിന്റെ കൂരിരുട്ടിൽ നിന്ന് തേജോമയമായ ഒരു സാമ്രാജ്യം അദ്ദേഹം സൃഷ്ടിച്ചു. ഒരേ സമയം 8 സാമ്രാജ്യങ്ങളോട് അദ്ദേഹം പൊരുതി. അദ്ദേഹത്തിന്റെ സൈനികർ നിഷ്ഠയോടെ മാതൃരാജ്യത്തിന്റെ കാവൽ ഭടന്മാരായി നിലകൊണ്ടു. സാധാരണ ആളുകളെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിജയവും. 300ഓളം കോട്ടകൾക്ക് അധിപതിയായിരുന്നു എങ്കിലും ഒരിടത്തു പോലും ബന്ധുക്കളെ തലപ്പത്ത് നിയമിച്ചില്ല. പൂർണമായും ജനതയുടെ വിപ്ലവമായിരുന്നു. അതെ, യഥാർത്ഥ ഹിന്ദു സ്വരാജ്. 1674 ജ്യേഷ്ഠ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ത്രയോദശിയിലാണ് ഹിന്ദു സ്വാഭിമാനത്തിന്റെ ആ സിംഹഗർജനം മുഴങ്ങിയത്. ശിവാജി, ഛത്രപതി ശിവാജി മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. 7 നദികളിൽ നിന്നുള്ള പുണ്യജലം ശിവാജിക്കുമേൽ അഭിഷേകം ചെയ്തു. ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും ആ ഭാരതപുത്രനെ തങ്ങളുടെ ജലകണങ്ങളാൽ അനുഗ്രഹിച്ചു, ആശ്ലേഷിച്ചു. അതെ, നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്നും ഭാരതം പുതിയൊരു ലോകത്തേക്ക് കാൽ വെക്കുകയായിരുന്നു. ഹിന്ദു സാമ്രാജ്യ ദിനം ശുഭകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മുഗളന്മാരുടെ ധിക്കാരത്തെ വെല്ലുവിളിച്ച് ഹൈന്ദവ സ്വാഭിമാനം വാനോളം ഉയർത്തിയ മഹത്വ ദിനം. ശിവാജിക്ക് കേവലം 29 വയസ്സുള്ളപ്പോഴാണ് ബീജാപൂരിലെ അഫ്സൽ ഖാന്റെ നേതൃത്വത്തിലുള്ള സൈന്യവുമായി ചരിത്രരേഖകളിൽ ഇടം പിടിച്ച പ്രതാപ്ഘട്ട് യുദ്ധം നടന്നത്. ആ കാലഘട്ടത്തിൽ ഡെക്കാന്റെ അധികാരം 3 അധിനിവേശ ഇസ്ലാമിക സുൽത്താനേറ്റുകളാണ് പങ്കിട്ടിരുന്നത്: ബീജാപൂർ, അഹമ്മദ് നഗർ, ഗോൾക്കോട്ട. ബീജാപൂരിലെ സുൽത്താനും മുഗളരും തമ്മിലുള്ള അടുപ്പം കാരണം പ്രതാപ്ഘട്ട് യുദ്ധവിജയം ശിവാജിയെ മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ കണ്ണിലെ കരടാക്കി. തനിക്ക് മുന്നിൽ വളർന്നു വരുന്ന ശിവാജിയുടെ സാമ്രാജ്യത്തിന്റെ ശക്തിയിൽ ഔറംഗസേബ് അസ്വസ്ഥനായി. ഷായിസ്താ ഖാന്റെ നേതൃത്വത്തിൽ 1.5 ലക്ഷം സൈനികരെ ശിവാജിയെ ആക്രമിക്കാനായി ഔറംഗസേബ് അയച്ചു. അനവധി കേന്ദ്രങ്ങൾ പിടിച്ചടക്കി മുന്നേറിയ ഷായിസ്താ ഖാനെ പൂനെയിൽ വെച്ച് ശിവാജി ഒരു മിന്നൽ ആക്രമണത്തിലൂടെ നേരിട്ടു. വിരലുകളറ്റ ഷായിസ്താ ഖാൻ ശിവാജിക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടോടി. അപമാനത്താൽ വ്രണപ്പെട്ട ഔറംഗസീബ് ഷായിസ്താ ഖാനെ സ്ഥലം മാറ്റി. 1665 രാജ ജയ്സിംഗിന്റെ നേതൃത്വത്തിൽ ആക്രമണത്തിനെത്തിയ മുഗൾ സൈന്യവുമായി സന്ധിയിലേർപ്പെട്ടു. ശിവാജിയുടെ പോരാട്ട വീര്യം നന്നായി മനസ്സിലാക്കിയ ഔറംഗസീബ് ആഗ്രയിൽ വെച്ച് ഒരു കൂടിക്കാഴ്ചക്കിടെ ചതിയിലൂടെ ശിവാജിയെയും മകൻ സാംബാജിയെയും തടങ്കലിലാക്കി. എന്നാൽ സമരതന്ത്രങ്ങളിൽ അദ്വിതീയനായ ശിവാജി മകനോടൊപ്പം അവിടെ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടു. അതിനുശേഷം കഠിനമായ യുദ്ധങ്ങൾ നടത്തി നഷ്ടപ്പെട്ട നല്ലൊരു ശതമാനം കോട്ടകളും 1670 കാലഘട്ടങ്ങളിൽ തിരിച്ചുപിടിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മറാത്തയുടെ അഭിമാനമായ സിംഹഗഡ് പിടിച്ചെടുത്ത യുദ്ധം. സിംഹഗഡ് എന്ന കൊണ്ടാനക്കോട്ട നഷ്ടമായത് ശിവാജിയുടെ അമ്മയെ ജീജാഭായിയെ വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു. മറാത്തയുടെ അഭിമാനമായ കൊണ്ടാനക്കോട്ട
മുഗളന്മാരുടെ കാൽച്ചുവട്ടിലായത് സഹിക്കാൻ ജീജാബായിക്ക് കഴിഞ്ഞില്ല. ഭഗവധ്വജം ഉയർന്നു പാറേണ്ട കോട്ടയിൽ ശത്രുവിന്റെ പതാക പാറുന്നത് സഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ജീജാഭായ് ഉടൻ തന്നെ മകനെ വിളിച്ചു. കൊണ്ടാനക്കോട്ട ശത്രുവിന്റെ അധീനതയിലായിരിക്കുന്നിടത്തോളം കാലം തനിക്ക് ഉറങ്ങാനാവില്ലെന്ന് മകനെ അറിയിച്ചു. തന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായ സംസ്കാരം പകർന്നു നൽകിയ അമ്മയെ വിഷമിപ്പിക്കുകയോ അസാധ്യം. കോട്ട പിടിച്ചെടുക്കാൻ തന്നെ ശിവാജി തീരുമാനിച്ചു. മറാത്ത യോദ്ധാക്കളിൽ പ്രധാനിയായ താനാജി മാൻസുരയെ കോട്ട പിടിച്ചെടുക്കാൻ നിയോഗിച്ചു. 1670 ഫെബ്രുവരി 4 രാത്രി അദ്ദേഹം കോട്ടയിലേക്ക് കുതിച്ചു. മുഗൾ സൈന്യത്തിന് വളരെയധികം നാശം വരുത്താൻ കഴിഞ്ഞെങ്കിലും താനാജി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. എന്നാൽ കൃത്യസമയത്ത് കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കഴിഞ്ഞ സൂര്യാജിയും മറ്റു യോദ്ധാക്കളും താനാജിയുടെ മരണത്തിന് പകരം വീട്ടി. കൊണ്ടാനക്കോട്ട മറാത്ത വീര്യത്തിന് മുന്നിൽ നമസ്കരിച്ചു. കോട്ടയ്ക്ക് മുകളിൽ സുവർണ അരികുകളുള്ള കാവി പതാക ഉയർന്നു പാറി. കോട്ട പിടിച്ച വിവരമറിഞ്ഞെത്തിയ ശിവാജി തന്റെ ഉറ്റ സുഹൃത്തിന്റെ മരണവാർത്തയിൽ അത്യധികം ദുഃഖിച്ചു. നമുക്ക് കോട്ട ലഭിച്ചു, പക്ഷേ സിംഹത്തെ നഷ്ടമായി എന്ന് ശിവാജി വേദനയോടെ പറഞ്ഞു. താനാജിയുടെ സ്മരണയ്ക്കായി കൊണ്ടാനക്കോട്ട അന്നു മുതൽ സിംഹഗഡ് എന്നറിയപ്പെട്ടു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു മഹാസാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ ഛത്രപതി ശിവാജി നടത്തിയ ധീരോദാത്തമായ ജൈത്രയാത്ര ഓരോ രാഷ്ട്ര സ്നേഹിക്കും പകരുന്ന ഊർജം ചെറുതല്ല. ശിവാജിയുടെ ഹൈന്ദവ സാമ്രാജ്യം മതാധിഷ്ഠിതമായ ഒരു സങ്കല്പമായിരുന്നില്ല, മറിച്ച് സനാതനമായ ഒരു പരമസത്യത്തെ ഉദ്ഘോഷിക്കുന്ന രാഷ്ട്ര മാതൃകയായിരുന്നു. സാധാരണക്കാരിലൂടെ, കൃഷിക്കാരിലൂടെ, തൊഴിലാളികളിലൂടെ നേടിയെടുത്ത ഹിന്ദു സാമ്രാജ്യം ധർമ്മത്തിന്റെ അടിത്തറയിലാണ് ശിവാജി പടുത്തുയർത്തിയത്. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിൽ രാഷ്ട്രത്തിന്റെ ഉയർച്ച മാത്രമായിരുന്നു ലക്ഷ്യം. അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഹിന്ദു സാമ്രാജ്യം. ഭരണകാര്യത്തിൽ ഉത്തമ മാതൃക ഏതെന്ന് ചരിത്രത്തിൽ നിന്നും കാട്ടിത്തരണമെന്നാവശ്യപ്പെട്ടാൽ ഒരു സംശയവും കൂടാതെ ഛത്രപതി ശിവാജിയുടെ ഭരണകാലഘട്ടത്തെ എടുത്തുകാട്ടാം. ഒരർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിലെ ഹൈന്ദവ നവോത്ഥാനത്തിന്റെ തുടക്കം തന്നെ ശിവാജിയിൽ നിന്നാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെത്ര ശരി. ശിവാജി ഭാരതത്തിന്റെ ഏറ്റവും മഹാനായ പുത്രൻ, ഹിന്ദുത്വത്തെ രക്ഷിച്ചവൻ, ഹിന്ദുധർമ്മത്തെ പുനഃപ്രതിഷ്ഠിച്ചവൻ. ജയ് ഭവാനി, ജയ് ശിവാജി.